നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ഏലൂർ പാതാളത്ത് പെരിയാറിൽ നിന്ന് മലിനജലം നേരിട്ട് ടാങ്കറുകളിൽ നിറച്ച് ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും വിതരണം ചെയ്യുന്ന 2 സ്ഥാപനങ്ങൾ ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പുത്തൻവേലിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് PD സതീശൻ MLA വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചെങ്ങമനാട് ഗർഭിണിയായ യുവതിയെയും കുടുംബാംഗങ്ങളെയും യുവതിയുടെ ഭർത്താവും ബന്ധുവും ചേർന്ന് ആക്രമിച്ചതായി പരാതി. ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നമായ കടമക്കുടി ചാത്തനാട് പാലം നിർമ്മാണം പുനരാരംഭിച്ചു. പറവൂർ TV റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. CPIM പ്രവർത്തകർ വാഴനട്ട് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. ഏലൂർ പാതാളത്തെ പെരിയാറിൽ നിന്ന് മലിനജലം നേരിട്ട് ടാങ്കുകളിൽ നിറച്ച് ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും വിതരണം ചെയ്യുന്ന 2 സ്ഥാപനങ്ങൾ ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടി. പെരിയാറിന്റെ കൈവഴിയിൽ നിന്നും നേരിട്ട് പുഴവെള്ളം വലിയ പമ്പുകൾ ഉപയോഗിച്ച് കിണറിലേക്കും ആ വെള്ളം അവിടെ നിന്നും ഒരു ശുദ്ധീകരണവും നടത്താതെ ടാങ്കർ ലോറികളിലേക്കും നിറയ്ക്കുകയായിരുന്നു. മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും ഒഴിവാക്കാനുള്ള മുൻകരുതലായി ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽത്ത് വിഭാഗം ADM B രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മലിനജലം വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയത്. മാരക രോഗങ്ങൾ പരത്താവുന്ന ബാക്ടീരിയകൾ നിറഞ്ഞ മലിനജലം കുടിവെള്ളം എന്ന വ്യാജേന വിതരണം ചെയ്യുകയായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലെ ഹോട്ടലുകൾക്കും ഫ്ളാറ്റുകൾക്കും വൻതോതിൽ ഈ പുഴവെള്ളം വിതരണം ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. രാജു വടക്കേൻ, റാഫി പാടത്തേൻ എന്നീ പേരുകളിലുള്ള 2 സ്ഥാപനങ്ങളാണ് അനധികൃതമായി ജലമൂറ്റും മലിനജല വിതരണവും നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ അടച്ചുപൂട്ടിയത്. കക്കൂസ് മാലിന്യങ്ങളും ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളുമെല്ലാം കലർന്ന പുഴവെള്ളത്തിൽ ക്ലോറിനേഷൻ പോലും നടത്താതെ വിതരണം ചെയ്യുന്നതിനാൽ മരണകാരണമായേക്കാവുന്ന മാരകരോഗങ്ങൾ പോലും ബാധിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇറിഗേഷനു വേണ്ടി വെള്ളം കൊണ്ടുപോകുന്ന ഭാഗത്തു നിന്നും ടാങ്കറിൽ വെള്ളം നിറച്ച് സപ്ലൈ ചെയ്തത് നേരത്തെ ആരോഗ്യ വിഭാഗം പിടികൂടിയിരുന്നു. രാത്രി സമയത്ത് കക്കൂസ് മാലിന്യം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാങ്കറിൽ പകൽ സമയങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തതായും കണ്ടുപിടിച്ചിരുന്നു. ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കർശനമായും തടയാൻ ജില്ലാ ഭരണകൂടം പരിശോധനകളും ശിക്ഷാ നടപടികളും വ്യാപകമാക്കുമെന്ന് ADM പറഞ്ഞു. ജില്ലയിൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ പെരിയാർ നദിയുടെ ഇരുകരകളിൽ നിന്നും വെള്ളം എടുക്കുന്നതിനുള്ള കംപ്ലൈന്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നിട്ട് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ തന്നെ ശുദ്ധീകരിക്കാതെ വെള്ളം നേരിട്ട് തന്നെ കിണറ്റിലോട്ട് എടുത്തിട്ട് കിണറ്റിൽ നിന്ന് അത് സംഗതി പമ്പ് വഴി ലോറിയിൽ അടിച്ച് സപ്ലൈ ചെയ്യുകയാണ് ഫ്ളാറ്റിലും അതുപോലെ തന്നെ നഗരത്തിലുള്ള വിവിധ പ്രദേശങ്ങളിലും. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ഇതുണ്ടാക്കുന്നുണ്ട്. അത് കാരണം ജില്ലാ ഭരണകൂടം വളരെ വിപുലമായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ വരുന്ന 2-3 ദിവസത്തിനകത്ത് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിർത്തലാക്കിക്കാനായിട്ടുള്ള നടപടികളാണ് എടുത്തത്. ജില്ലാ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീനിവാസനും ADM-നോടൊപ്പം ഉണ്ടായിരുന്നു. കോളറ, ഡെങ്കിപ്പനി എന്നീ പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും പ്രതിരോധിക്കാൻ കർശന പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലകൾ തോറും പ്രതിരോധ പരിശോധനകൾ നടത്തുന്നത്. LDF പുത്തൻവേലിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് PD സതീശൻ MLA വസതിയിലേക്ക് മാർച്ച് നടത്തി. പൊട്ടൻ തെരുവിൽ നിന്നും കനത്ത മഴയെ പോലും അവഗണിച്ച് നടത്തിയ മാർച്ച് MLA വസതിക്കടുത്ത് ദേശീയപാതയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗം KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ മണ്ഡലങ്ങളും പാർലമെന്റ് മണ്ഡലങ്ങളും രൂപീകൃതമായി 2011 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ വടക്കേക്കര നിയോജക മണ്ഡലമായിരുന്നു പുത്തൻവേലിക്കര പഞ്ചായത്ത്. ആ പഞ്ചായത്തിന്റെ ആ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ 1987 മുതൽ സഖാവ് S. ശർമ്മയാണ് വടക്കേക്കര മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. CPIM പറവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് NA അലി, CPI പറവൂർ നിയോജക മണ്ഡലം സെക്രട്ടറി KB അറുമുഖൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS ശൈല, CPI ജില്ലാ കമ്മിറ്റി അംഗം PN സന്തോഷ്, VS സടാനന്ദൻ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. പുത്തൻവേലിക്കര പഞ്ചായത്തിനെ MLA അവഗണിക്കുന്നു, അംഗീകാരം റദ്ദാക്കിയ IHRD കോളേജ് നിലനിർത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക, നിർമ്മാണം നിലച്ച പുത്തൻവേലിക്കര പഴമ്പള്ളിത്തുരുത്ത് പാലം നിർമ്മാണം ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും. ഗർഭിണിയായ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും ഭർത്താവും ബന്ധുവും ചേർന്ന് മർദ്ദിച്ച് അവശരാക്കിയതായി പരാതി. 6 മാസത്തിലേറെയായി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന 19-കാരി ജിൻഷയെയും കുടുംബത്തെയുമാണ് ഭർത്താവായ കലൂർ സ്വദേശി ഷംനാസും സഹോദരി ഭർത്താവ് ചളിക്കവട്ടം അൻസീറും ചേർന്ന് മർദ്ദിച്ചത്.
ഗുരുതരമായി പരിക്കേറ്റ ജിൻഷയുടെ ബാപ്പ ചെങ്ങമനാട് മടത്തംമൂല മേപ്പള്ളി വീട്ടിൽ മുഹമ്മദ്, ഭാര്യ ലൈല ബീവി, ജിൻഷ, മുഹമ്മദിന്റെ മാതാവ് 90 വയസ്സുള്ള പാത്തുമ്മ, ലൈലയുടെ പിതാവ് അലി എന്നിവരാണ് ആലുവ കാരോത്തുകുഴി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 1 വർഷം മുൻപായിരുന്നു ലൈലയുടെ ബന്ധത്തിലുള്ള ഷംനാസും ജിൻഷയുമായുള്ള വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ സംശയത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ജിൻഷ പറയുന്നു. മകളുടെ ഭർത്താവും അളിയനും ചേർന്ന് മാരകായുധങ്ങളുമായി ക്രൂരമായി മർദ്ദിക്കുകയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കിയതായും ലൈല പറയുന്നു. ഇന്നലെ 7 മണിയായപ്പോഴാണ് ഞങ്ങൾ പോയി വന്നപ്പോൾ ഇങ്ങനെ മോളുടെ മൂട്ടിട്ട് അടിച്ച് അത് കണ്ട് ക്ലാസ്സിൽ ചെന്നോടുകൂടി അവരുടെ കയ്യിൽ മാരകായുധോ സാധനങ്ങൾ കമ്പി വടിയൊക്കെ ഉണ്ടായി. അത് വെച്ച് എൻ്റെ ഹസ്ബൻഡിനെ തല്ലി, എന്നെ തല്ലി, എൻ്റെ വാപ്പിച്ചിനെ തല്ലി, മോളുടെ അടിവയറ്റിലൊക്കെ ചവിട്ടി, നടുവിനൊക്കെ ചവിട്ടി ഉണ്ട്. വീട്ടിലൊരുപാട് സാധനങ്ങൾ നശിപ്പിച്ച് 90 വയസ്സായ ഉമ്മാനുണ്ട്. ഒരുപാട് അക്രമങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഇതിലാണ് പോയത്. എവിടെ ഇറങ്ങിയാലും എൻ്റെ മോനിക്ക് ഒരു ഭീഷണിയുണ്ട്. സ്കൂളിലേക്ക് വാ, എൻ്റെ റോഡിൽ ഞങ്ങൾ കൊന്നേക്കാന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഭീഷണികളാണ് പറഞ്ഞത്. അളിയന് മോളുടെ ഭർത്താവും അവൻ്റെ അളിയനാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അവനാണ് ഇതിനെല്ലാം അവൻ്റെ കയ്യിൽ മാനവൊക്കെ സാധനങ്ങളുടെ കമ്പി വഴി ഇല്ലാതെ അതൊക്കെ തന്നെ അടിച്ചേക്കണം. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ പോയത്. ലൈലയുടെ ഇരു കണ്ണുകളും കലങ്ങിയ അവസ്ഥയിലാണ്. മുഹമ്മദിന്റെ മൂക്കിന്റെ എല്ലിനും ഒടിവ് പറ്റിയിട്ടുണ്ട്. നാളുകളായി പിണങ്ങി നിൽക്കുകയായിരുന്ന ഷംനാസ് ഞായറാഴ്ച മുഹമ്മദിന്റെ ഫോണിൽ വിളിച്ചിരുന്നു. ഫോൺ വരുമ്പോൾ ലുലു മാളിലാണെന്ന് അറിയിച്ചിരുന്നു. രാത്രിയോടെ മാതാപിതാക്കളോടൊപ്പം ലുലു മാളിൽ പോയി വന്ന ജിൻഷയെയും കുടുംബത്തെയും ഇവരുടെ വീടിന്റെ പരിസരത്ത് കാത്തുനിന്ന ഷംനാസും അടിയനും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദും പറയുന്നു. എടപ്പള്ളി ലുലുവിൽ പോയി എൻ്റെ ഫാമിലി സൈഡ് ഒരു 5 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ വെച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ എടപ്പള്ളിയിലുള്ള ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടിരിക്കുന്നത്. വീട്ടിലേക്ക് വന്ന് കയറി ഞാനുണ്ടായി, എൻ്റെ അമ്മാച്ചനുണ്ടായി, എൻ്റെ ഭാര്യ, എൻ്റെ മോള്, എൻ്റെ മോൻ, ഞങ്ങൾ 4 പേരാണ്. വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ എൻ്റെ മോളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ വാപ്പത്തിലൂടെ ഞങ്ങൾ ലുലുവിൽ പോയി നോക്കാം. അപ്പോൾ എൻ്റെ അനുഭവം പോയെന്നു ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കലില്ല, നോക്കലില്ല, 6 മാസമായി വീട്ടിൽ തന്നെ വെച്ചു. പിന്നെ എന്തിനാ ഞാൻ അനുവാദം ചോദിക്കണം, എൻ്റെ വാപ്പാടെ കൂടെ ഞാൻ പോയത് എന്നോട്. അപ്പോൾ തന്നെ ഇവിടെ പിടിച്ച് ഒരു അടി കൊടുത്തു മോത്തട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മാച്ചൻ ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളീനെ പിടിച്ച് തള്ളിയത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ 90 വയസ്സ് എൻ്റെ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തറവാടത്തിൽ നിന്ന് വന്ന് ഉമ്മ ചോദിച്ചു എൻ്റെ പുള്ളങ്ങളെ തല്ലണ ഉമ്മാനെ പിടിച്ച് ചവിട്ടി മറിച്ചാൻ കിട്ടും. പിന്നെ എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇവർ ഓടി വീടിൻ്റെ പെരയിലേക്ക് കയറി ഡെസ്ക് ഒരു ഡൈനിങ് ടേബിൾ തല്ലി പൊളിച്ച്, എൻ്റെ വണ്ടിക്ക് ഗ്ലാസ് തല്ലി പൊളിച്ച്, എൻ്റെ മോന്തൊക്കെ ഇട്ട് എന്ത് ഇരുമ്പിൻ്റെ ആരംഭിച്ചിട്ടാണ് ഇവിടെ ഇടിച്ചേക്കുന്നത്. ഒരു കരുതി കൂട്ടി വന്നാണ്. നാട്ടുകാരുടെ പ്രതീക്ഷയായ ചാത്തനാട് കടവക്കുടി പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. പുഴ ബണ്ട് കെട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു എങ്കിലും വർക്ക് ഓർഡർ ഇല്ലാതിരുന്നത് മൂലം ഇടക്കാലത്തെ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. ചാത്തനാട് ഭാഗത്തു നിന്നാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത്. ഇതോടൊപ്പം നിർമ്മിക്കുന്ന മൂലംപിള്ളി പേല പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. മറ്റു 2 പാലങ്ങളുടെ ടെൻഡർ ജോലികൾ നടത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട്. വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ അതിർത്തിയിൽ ആയതിനാൽ അവരുടെ അനുമതിയോടെയാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. പറവൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗമാണ് ഈ പാലം തുറക്കുന്നതോടെ സാധ്യമാകുന്നത്. തകർന്നു കിടക്കുന്ന പറവൂർ നഗരസഭയിലെ TB റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ TB റോഡിലെ വെള്ളക്കെട്ടിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. 1.5 വർഷമായി പുനർനിർമ്മിക്കാതെ കിടക്കുന്ന TB റോഡിൽ വർഷക്കാലമായതോടെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് CPIM പ്രവർത്തകർ വാഴ നട്ടും കളിവഞ്ചി ഇറക്കിയും പ്രതിഷേധിച്ചത്. 5 വർഷങ്ങൾക്ക് മുൻപ് നഗരസഭാ ചെയർപേഴ്സൺ വത്സല പ്രസന്നകുമാർ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഇവിടെ വാഴ നട്ട് പ്രതിഷേധിച്ചിരുന്നു. അന്ന് CPIM ആയിരുന്നു നഗരസഭാ ഭരണം കൈയാളിയിരുന്നത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം KN നായർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറിമാരായ NS അനിൽകുമാർ, PS ബേബി, CPIM പറവൂർ ഏരിയ കമ്മിറ്റി അംഗം AA പവിത്രൻ എന്നിവർ നേതൃത്വം നൽകി. ദൈവദശകം 100ാം വാർഷികത്തോടനുബന്ധിച്ച്
ബഹറിൻ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ, കുറിച്ചി ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ, കേരള കൗമുദി കളമശ്ശേരി ലേഖകൻ ശശി കളമശ്ശേരി എന്നിവരെ ആദരിച്ചു. അദ്വൈതാശ്രമത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ കെ ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ശിവസ്വരൂപാനന്ദ, സ്വാമി ധർമ്മചൈതന്യ, ശശി കളമശ്ശേരി എന്നിവർ നന്ദി പ്രസംഗം നടത്തി. സൊസൈറ്റി ഭാരവാഹികളായ ജെ പ്രശാന്ത്, കെ ബി വിജയൻ, ആർ ശ്രീജിത്ത്, കെ പി രവി എന്നിവർ പ്രസംഗിച്ചു. ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് എം വി മനോഹരൻ സ്വാഗതവും കേന്ദ്ര സമിതി അംഗം എ എസ് ജെയിൻ നന്ദിയും രേഖപ്പെടുത്തി. കേരളത്തിലെ പ്രമുഖ ആശ്രമങ്ങളും സ്മാരകങ്ങളും എന്നിവ സന്ദർശിച്ച് പ്രമുഖരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്വൈതാശ്രമത്തിലെ ചടങ്ങുകൾ. മുനമ്പം അഴീക്കോട് കടത്തുബോട്ട് സർവീസ് തിങ്കളാഴ്ച മുതൽ നിലച്ചു. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അടക്കം യാത്രക്കാർ ദുരിതത്തിലായി. എഞ്ചിനുമായി ബന്ധപ്പെട്ട തകരാറാണ് സർവീസ് നിർത്തിവെക്കാൻ കാരണമെന്ന് ജീവനക്കാർ പറയുന്നു. 1 മാസം മുമ്പ് വരെ ജങ്കാർ സർവീസായിരുന്നു ഇവിടെ നടന്നിരുന്നത്. എന്നാൽ ജങ്കാറിന്റെ എഞ്ചിൻ തകരാറിലായതോടെയാണ് ബോട്ട് സർവീസ് ആരംഭിച്ചത്. ജങ്കാർ സർവീസിന് പിന്നാലെ ബോട്ട് സർവീസും സ്തംഭിച്ചതോടെ മൂത്തകുന്നം വഴിയാണ് ജനങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഫെറി യാത്രയേക്കാൾ 7.5 കിലോമീറ്റർ കൂടുതൽ ഉണ്ടെന്നാണ്. മാത്രമല്ല ബസ് ചാർജ് ഇരട്ടിയും നൽകേണ്ടി വരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഫെറി. പക്ഷേ തകരാർ ജങ്കാറിന്റെ അറ്റകുറ്റപ്പണികൾ വേണ്ട സമയത്ത് നടത്താതെ വന്നതാണ് സർവീസ് നിലയ്ക്കാൻ കാരണമെന്നും യാത്രക്കാർ ആരോപിക്കുന്നു. മുനമ്പം വഴിമുഖം കായലിൽ കൂടി ഓളങ്ങളെ ഭേദിച്ച് പോകാൻ ജങ്കാറിനെ പോലെ ബോട്ടിന് കഴിയില്ല. ഈ സാഹചര്യത്തിൽ മുനമ്പം ഫിഷിംഗ് ഹാർബർ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന ഈ കടത്തിന് സുരക്ഷിതത്വം ജങ്കാർ തന്നെയാണെന്നും യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. വരാപ്പുഴ പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റും പൊതു ശ്മശാനവും സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഗ്രാമപഞ്ചായത്ത് നിവാസികളായ ഹൈന്ദവരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇവ രണ്ടും. ഇവ നിർമ്മിക്കുമെന്ന് കാണിച്ച് പഞ്ചായത്ത് ഭരണസമിതി എല്ലാ ബജറ്റിലും തുക വകയിരുത്താറുണ്ടെങ്കിലും പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നതല്ലാതെ മേൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനായി മാർക്കറ്റിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊടിക്കുന്ന യൂണിറ്റിനും ഗ്രാമീണ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി 30 ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു. ബജറ്റ് പ്രഖ്യാപനം കേവലം കടലാസിൽ ഒതുക്കാതെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ വേണമെന്നാണ് പഞ്ചായത്ത് നിവാസികളുടെ ആവശ്യം. ഏലൂർ ഫാക്ട് ഹെഡ് ഓഫീസിന്റെ മുൻപിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം 233 ദിവസത്തിലേക്ക് കടന്നു. ഫാക്ട് ഓഫീസേഴ്സ് സംഘ് ട്രഷറർ കെ ബാബുജിയാണ് ഉപവാസം അനുഷ്ഠിച്ചത്. സമരം ഫാക്ട് ഓഫീസേഴ്സ് സംഘ് ജനറൽ സെക്രട്ടറി ടി മനോജ് ബാബു ഉദ്ഘാടനം ചെയ്തു. TUCI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ബി മിനി, ഫാക്ട് ഓഫീസേഴ്സ് സംഘ് വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ തുടങ്ങിയവർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു സംസാരിച്ചു. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ഏലൂർ പാതാളത്ത് പെരിയാറിൽ നിന്ന് മലിനജലം നേരിട്ട് ടാങ്കറുകളിൽ നിറച്ച് ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും വിതരണം ചെയ്യുന്ന 2 സ്ഥാപനങ്ങൾ ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പുത്തൻവേലിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ടി ഡി സതീശൻ MLA വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചെങ്ങമനാട് ഗർഭിണിയായ യുവതിയെയും കുടുംബാംഗങ്ങളെയും യുവതിയുടെ ഭർത്താവും ബന്ധുവും ചേർന്ന് ആക്രമിച്ചതായി പരാതി. ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നമായ കടമക്കുടി ചാത്തനാട് പാലം നിർമ്മാണം പുനരാരംഭിച്ചു. പറവൂർ TB റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. CPIM പ്രവർത്തകർ വാഴ നട്ട് പ്രതിഷേധിച്ചു.